നമസ്കാരം. പശ്ചിമേഷ്യയുടെ മരുഭൂമിക്കാറ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ ഗന്ധം നിറയുകയാണ്. മിസൈലുകൾ ആകാശത്ത് ചീറിപ്പായുമ്പോഴും നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. എന്നാൽ ഓരോ ദിവസവും പുതിയ ആക്രമണങ്ങളും തിരിച്ചടികളും നടക്കുമ്പോൾ ഒരു ചോദ്യം ലോകത്തെ അലട്ടുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു ഫോൺ കോൾ അത് വൈറ്റ് ഹൌസിൽ നിന്ന് വന്നാലും അത് യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കുമോ? അതോ യുദ്ധത്തിന്റെ ഗതി ഇപ്പോൾ വാഷിംഗ്ടണിന്റെ കൈകളിൽ നിന്ന് മറ്റൊരു ശക്തിയുടെ താല്പര്യങ്ങളിലേക്ക് ഒഴുകിയിരിക്കുകയാണ്? ഇറാൻ വീണ്ടും പ്രാദേശിക യുദ്ധത്തിന്റെ മുന്നറിയിപ്പ് മുഴക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇറാനും ചേർന്നെഴുതുന്ന പുതിയ അധ്യായം ലോകത്തിന്റെ സമാധാനത്തെ തന്നെ പരീക്ഷിക്കുകയാണ്. ഇറാൻ യുഎസ് സമാധാന ചർച്ചകൾ കടുത്ത പ്രതിസന്ധിയിലെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ചർച്ചകൾ വഴിമുട്ടിയെന്നും യുദ്ധം വ്യാപിപ്പിക്കാൻ മടിക്കില്ല എന്നും ഇറാൻ പരമാധികാരി ആയത്തുള്ള മുസ്തഫ ഖമേനിയുടെ ഉപദേഷ്ടാവായ മൗസിൻ റിയാസിയാണ് വ്യക്തമാക്കിയത്. ഒരു അഭിമുഖത്തിലാണ് അമേരിക്കൻ ഇറാൻ ചർച്ച കടുത്ത പ്രതിസന്ധിയിലാണെന്നും സംഘർഷം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും മൊഹസിൻ റിയാസി വ്യക്തമാക്കിയത്. ചർച്ചകൾ വഴിമുട്ടി, ഇതിന് ട്രംപ് മറുപടി പറയണം, അല്ലെങ്കിൽ കറുത്ത കാലം വരുമെന്നും ഖമേനിയുടെ ഉപദേഷ്ടാവ് പറഞ്ഞു വെക്കുന്നു. ചർച്ചയോ ധാരണയോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ മടിക്കില്ല എന്ന് മൊഹസിൻ റിയാസി വ്യക്തമാക്കി. ചർച്ചകൾ വഴിമുട്ടാൻ കാരണം ട്രംപും അമേരിക്കയുമാണ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമേനിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ച ഈ സാഹചര്യത്തിൽ നടക്കില്ല എന്നും ഇപ്പോൾ പന്ത് ട്രംപിന്റെ കോർട്ടിലെന്നും ഖമേനിയുടെ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പരമാധികാരി ആയത്തുള്ള മുസ്തഫ ഖമേനിയുമായി ഭാവിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും പുതിയൊരു കരാറിലെത്താനുമുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം പുറത്തുവന്നത്. ഇറാനുമായുള്ള ചർച്ചകൾ നിലവിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇരു രാജ്യങ്ങൾക്കും അനുകൂലമായ ഒരു മികച്ച കരാറിലേക്ക് കാര്യങ്ങൾ എത്താറായിട്ടുണ്ട് എന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഈ സാധ്യത തള്ളുകയാണ് നിലവിൽ ഇറാൻ. അതിനിടെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെ നടന്ന വ്യോമാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇറാൻ അവകാശപ്പെടുന്നുമുണ്ട്. അമേരിക്കൻ സേനാ കോപ്റ്ററുകളുള്ള വ്യോമത്താവളമാണ് ആക്രമിച്ചത്. ഇതിന്റെ ഷഹീദ് ഡ്രോണുകൾ വെളുത്തതാണെന്നും കുവൈറ്റിൽ പതിച്ചത് USRQ-170 ഡെഞ്ചിനൽ ഡ്രോണിനോട് സാമ്യമുള്ള കറുത്തവയാണ് എന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത്. എന്നാൽ ഈ വാദം അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട്. ട്രംപ് എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിനും ലളിതമായ ഉത്തരമില്ല. ഒരു ഭാഗത്ത് അമേരിക്കൻ ജനത ഉയർന്ന ഇന്ധനവിലയുടെയും യുദ്ധച്ചെലവിന്റെയും സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. മറുവശത്ത് ട്രംപ് ഭരണകൂടം ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി ദുർബലമാക്കിയെന്ന് അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇറാന്റെ മിസൈൽ ശേഖരവും പ്രാദേശിക സ്വാധീനവും ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി മികച്ച നിബന്ധനകളോടെ ഒരു കരാർ നേടാമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇവിടെ ഇസ്രയേലിന്റെ സ്വാധീനം അവഗണിക്കാനാവില്ല. നിലവിലെ പ്രതിസന്ധിയുടെ പ്രധാന ഘടകങ്ങളിലൊന്ന് ലബനനിലെ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷമാണ്. ഇറാൻ ആവർത്തിച്ചു പറയുന്നത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാതെ സമഗ്ര സമാധാനം അസാധ്യമാണ് എന്നാണ്. ഇസ്രയേൽ തന്റെ സുരക്ഷാ താല്പര്യങ്ങൾ ഉറപ്പാക്കാതെ പിന്മാറാൻ തയ്യാറാകുന്നുമില്ല. അതുകൊണ്ട് ട്രംപ് സമാധാനത്തിന് താല്പര്യം പ്രകടിപ്പിച്ചാലും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ അവഗണിച്ച് ഒരു കരാർ നടപ്പിലാക്കുക അത്ര എളുപ്പമല്ല. ഇറാന്റെ അടുത്ത നീക്കം ഇനി എന്തായിരിക്കും? നിലവിലെ സൂചനകൾ പ്രകാരം നേരിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധത്തെക്കാൾ പ്രാദേശിക സഖ്യശക്തികളിലൂടെയും സമുദ്രമാർഗങ്ങളിലൂടെയും അമേരിക്കയ്ക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന തന്ത്രമാണ് ടെഹ്റാൻ പിന്തുടരാൻ സാധ്യത. ഹോർമസ് കടലിടുക്കിലെ ഗതാഗതവും ഹിസ്ബുള്ള പോലുള്ള സഖ്യകക്ഷികളുടെ പ്രവർത്തനങ്ങളും ഇറാന്റെ പ്രധാന ചർച്ചാ ആയുധങ്ങളായി തുടരുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ ലോകം കാണുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ശക്തി പ്രകടനം, പ്രാദേശിക മേൽക്കോയ്മ, സഖ്യരാഷ്ട്രീയം, എണ്ണ രാഷ്ട്രീയം എന്നിവ ഒറ്റ വേദിയിൽ ഏറ്റുമുട്ടുന്ന സങ്കീർണ സംഘർഷമാണ്. സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോഴും യുദ്ധത്തിന്റെ ഭാഷയിൽ സന്ദേശങ്ങൾ കൈമാറുന്ന നേതാക്കൾക്കിടയിൽ പശ്ചിമേഷ്യ ഇപ്പോഴും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്.